അമ്മ ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. മനസ്സിലായ? കാരണം അമ്മ ഇല്ലെങ്കിൽ ഞാൻ ഇല്ല. എനിക്ക് എൻ്റെ ഒരു ബാക്ക് ബോണാണ് അമ്മ. കഥകളിക്ക് വേണ്ടി ജനിച്ചൊരു കുട്ടിയാണ്, കഥകളി പഠിപ്പിക്കണം ഇനിയും കണ്ടിന്യൂ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വളരെ നമ്മൾ അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോഴും. ഇതൊന്നും ലോകം അറിയുന്നില്ലല്ലോ. ഇത് ഒരു ഇന്റർവ്യൂ വേണ്ടി വന്നതൊക്കെ പറയാനല്ലേ. രണ്ട് മുദ്രയിട്ടെ കഥകളിയുടെ ബീവത്സം അതൊന്നും പറയാൻ പാടില്ല. അമ്മോട് ചോദിക്കോ? അമ്മ കഥകളി കഴിക്കോ? അമ്മല്ല, അമ്മോട് വേറെ ചോദ്യങ്ങൾ ചോദിക്കാം. കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം, പക്ഷെ നല്ലോണൊന്നുമില്ല. നല്ലോണം ആവശ്യത്തിന് ഒരു ഗ്രനേഡൊക്കെ കയ്യിലുണ്ടായിരുന്നു. അതെ, ഗ്രാനേഡോ ഉണ്ടായിരുന്നോ? 8ാം ക്ലാസ് വരെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു തോന്നുന്നത്. സത്യമാണോ? ആണല്ലേ? 7ാം ക്ലാസ്സിൽ ഞാൻ പൊട്ടി. അത് ഞാൻ സത്യമാണ്. ഓക്കെ. ചേട്ടാ ഇതൊക്കെ വിൽക്കാനുള്ളതാണോ? മോളെ ഇതൊക്കെ വിൽക്കാനുണ്ട്. ഞാൻ കട തുറന്ന് വെച്ചിട്ട് കാണാനാണോ? സാധനം വാങ്ങിച്ചിട്ട് പോകും. മോണോആക്റ്റും ഫാൻസി ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ മോണോആക്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാഷ് പഠിപ്പിച്ച് കൊടുക്കാത്തതും ചിലപ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് ചെയ്യും. അങ്ങനെ ചെയ്ത് അതൊക്കെ ചെയ്യാറുണ്ട്. മറ്റേ ബിന്ദു പണിക്കര് പറഞ്ഞ പോലെ അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇപ്പൊ ആരായിരുന്നേനെ അല്ലേ? മീനാക്ഷി ലാലിന്റെ സിനിമയിലാണ് വിളിച്ചത്. ജിഷ്ണുവിന്റെ നായികയായിട്ട് അഭിനയിക്കായിരുന്നു. ഭാവനയുടെ റോള്. ടിവിയുടെ വോളും ഈവൺ നമ്പറിലാക്കണം. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. ഹലോ എന്ന് പറയുന്നതിന് മുമ്പ് 30 വാക്ക് വിളിച്ചു. അപ്പൊ ഞാൻ പറയാൻ കൊള്ളുന്നതാണെങ്കിൽ പറഞ്ഞത്. ചക്കരയാണ് വിളിച്ചത്. ശരിക്കും അമ്മയാണ് അമ്മ, ഞാനാണ് അമ്മയെന്ന് ചോദിക്കാറുണ്ടോ? നമ്മളെ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലെ. വീട്ടിലൊരാളോട് സംസാരിക്കുന്ന പോലെ തന്നെ തോന്നി. അതെ, അത് എന്റെ ഗുണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഇതാണ്, ഇദ്ദേഹമാണ് ഇതിനെല്ലാം ഉത്തരവാദി അല്ലേ? ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വന്നതിന്റെ ഒക്കെ കാരണം ഇദ്ദേഹമാണ്. നമുക്ക് എക്സ്ക്ലൂസീവ്ലി പരിചയപ്പെടുത്തി കൊടുക്കാം. പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാലും പേരൊന്നും അറിയില്ല. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ എക്സ്ക്ലൂസീവ് ഗസ്റ്റ് എന്ന് പറയുന്നത്, സുജേത അല്ലേ? പേര് പഠിക്കാൻ തന്നെ കുറെ സമയം എടുത്തു, എന്നാലും സാരില്ല. നമ്മളുടെ ലക്ഷ്മി മേനന്റെ ഒരേ ഒരു മാതൃക അല്ല അമ്മ, എല്ലാമായ അമ്മ. നമസ്കാരം. എന്തിപ്പോ നല്ലൊരു ഫീലിംഗ് അല്ലേ? ഇത്രയും കുറേ നാളെ സുജേതയുടെ മകൾ ലക്ഷ്മി എന്ന് അറിയപ്പെട്ട ആളെ ഇപ്പൊ ലക്ഷ്മിയുടെ അമ്മ സുജേത എന്ന് അറിയപ്പെടുമ്പോൾ ഉള്ളൊരു അഭിമാനവും സന്തോഷവും ഒക്കെ എത്രമാത്രം ഉണ്ട് പറ. സത്യമാണ്. സത്യം പറഞ്ഞാൽ അത് എൻ്റെ ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ് തന്നെ എനിക്ക് പറയാം. കാരണം എന്നും പണ്ട് സ്കൂളിൽ ഇവിടെ പഠിക്കുന്ന കാലത്തുമൊക്കെ ആണെങ്കിൽ അതാ സുജേതയുടെ മോള് അങ്ങനെ തന്നെയാണ് പറയാറ് എല്ലായിടത്തും. ഇപ്പോൾ തിരിച്ചാണ്. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ ജപിച്ച് ഞാൻ നിൽക്കണം നേരത്തെ വന്നിട്ട് ലക്ഷ്മി ചേച്ചിയുടെ അമ്മയല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ തിരിഞ്ഞിട്ട് അതെ ലക്ഷ്മി ചേച്ചിയുടെ അമ്മ തന്നെയാണ് കേട്ടാന്ന് പറഞ്ഞാൽ പിന്നെ തുടങ്ങും. അങ്ങനെയാണ്. ഈവൻ തൻവിയുടെ ചോദിക്കും, തൻവിയുടെ അമ്മൂമ്മയല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ. അതൊക്കെ ഒരു ഭാഗ്യമാണ്. കണ്ണു നിറഞ്ഞു താങ്കളുടെ. വല്ലപ്പോഴല്ലേ കേൾക്കുള്ളൂ ഇതുപോലെയൊക്കെ. ഇദ്ദേഹം പോലെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എല്ലാത്തിനും കാരണം അമ്മയാണ്. അമ്മയാണ് നമ്മളെ പാട്ട് പഠിപ്പിക്കാൻ, ഡാൻസ് കളിപ്പിക്കാൻ. ഡാൻസ് ഞാൻ കൈന്നിട്ടത് അത് അമ്മയാണ്. അപ്പൊ എല്ലാത്തിനും ഉത്തരവാദി അമ്മ കാരണമാണ് ഇദ്ദേഹം ഒരു കലാകാരിയായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസ് കളിക്കാനും പാടാനും അങ്ങനെയൊക്കെ. അപ്പൊ അന്നൊക്കെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കൊക്കെ പഠിക്കൂ എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ പോയാൽ പഠിക്കില്ല എന്നൊരു തോന്നല. അതുകൊണ്ട് ഒന്നിനും വിടില്ല. വല്ല ഗ്രൂപ്പ് ഐറ്റംസിനൊക്കെ വിടും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് മകളായപ്പോൾ എന്തായാലും അവളെ പഠിപ്പിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹത്തിലാണ് സത്യത്തിൽ അവളെ പഠിപ്പിച്ചത്. പിന്നെ അവള് കളിച്ചു തുടങ്ങി കഴിയുമ്പോൾ കളിക്കുന്ന സ്റ്റേജിൽ എല്ലാം പ്രൈസ് വാങ്ങി വരും. അപ്പം നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ജഡ്ജസൊക്കെ തിരിച്ചറിഞ്ഞ് പോകുമ്പോൾ നമ്മളോട് തന്നെ ഇങ്ങനെ ഇതാവും. അതൊക്കെ വല്ലാത്തൊരു മൊമെൻ്റാണ്. കഥകളി കളിച്ചിട്ട് 9th പഠിക്കുമ്പോഴാണ് കഥകളി കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അഷ്ടകലാശാണ് കളിച്ചത്.
അപ്പോൾ സദനം ഹരികുമാർ സാറാണ് അതിലൊരു ജഡ്ജായിട്ട് തന്നെ. അപ്പോൾ ഇവളുടെ ഒരു ചെറിയ ചുവടിൻ്റെ എന്തോ ഒരു താളത്തിൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എണീറ്റ് നിന്നിട്ട് താളം ഇങ്ങനെ ഇട്ടു. അപ്പോൾ ഇവള് കളിച്ചത് നന്നായി വന്നിരുന്നു. അപ്പോൾ അങ്ങേര് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിക്കാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്, പക്ഷേ ഞാനത് താളം എണീറ്റിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു തെറ്റാണ്, അതുകൊണ്ട് എനിക്കത് കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ കുട്ടിയുടെ അച്ഛനോടും അമ്മോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, കഥകളിക്ക് വേണ്ടി ജനിച്ചൊരു കുട്ടിയാണ്, കഥകളി പഠിപ്പിക്കണം, ഇനിയും കണ്ടിന്യൂ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വളരെ നമ്മൾ അഭിമാനത്തോടു കൂടി തന്നെ ഇപ്പോഴും ഓർക്കണം. ഇതൊന്നും ലോകം അറിയുന്നില്ലല്ലോ, ഇത് ഒരു ഇന്റർവ്യൂ വേണ്ടി വന്നതൊക്കെ പറയാനല്ലേ. ഞാൻ ഓടി നിർത്തിയതാ കഥകളി. 68 കെട്ടാ മണലിൽ ഇങ്ങനെ നമ്മളെ കാലിലും കയ്യിലൊക്കെ ആയിട്ട് കെട്ടാ, കാലൊന്നും ഉയർത്താൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മള് കാണുന്നതല്ല കഥകളി, ഒക്കെ ഡിഫിക്കൽട്ടാ കളിക്കാൻ. അവര് ഈ കൊട്ടുന്ന താളം ഒന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന താളം ഒന്നാവണം. അപ്പൊ രണ്ടും കൂടി ഭയങ്കര പാടാ, ഭയങ്കര പാടാ കളിക്കാൻ. രണ്ട് മുദ്രയിട്ടെ കഥകളിയുടെ ബീവത്സം അതൊന്നും പറയാൻ പാടില്ല. അമ്മോട് ചോദിക്കോ, അമ്മ കഥകളി കളിക്കോ? അമ്മല്ല, അമ്മോട് വേറെ ചോദ്യങ്ങൾ ചോദിക്കാം. അന്നൊക്കെ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ട് ഈ കുട്ടി എന്താണ് അധികം അദ്ദേഹം പറഞ്ഞത് നല്ല കുട്ടിയായിരുന്നു, കുറുമ്പൊന്നും ഉണ്ടായിരുന്നില്ല, അനുസരണയുള്ള കുട്ടിയാന്നൊക്കെയാണ്. കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം, പക്ഷെ നല്ലോണമൊന്നുമില്ല. നല്ലോണം ആവശ്യത്തിന് ഒരു ഗ്രനേഡൊക്കെ കയ്യിലുണ്ടായിരുന്നു. അതെ, ഗ്രാനൈഡോ ഉണ്ടായിരുന്നോ? പറഞ്ഞ എല്ലാം അനുസരിക്കും. അമ്മ പറഞ്ഞ എല്ലാ കാര്യത്തിനും അത് അമ്മ പറഞ്ഞത് വിട്ടിട്ട് ഒന്നിനും പോവില്ലായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് പറയും. സ്കൂളിൽ കൊച്ചു അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ വീട്ടിലാണെങ്കിലും കൊച്ചു കാര്യങ്ങൾ വരെ വിളിച്ചിട്ട് പറയും. ഞങ്ങള് അവേഴ്സ് സംസാരിക്കുന്ന അമ്മയും മകളുമാണ്. അപ്പൊ എല്ലാം അങ്ങനെ പറയും. എല്ലാം അതൊക്കെ ശരിയാ. പിന്നെ പഠിക്കാനായിട്ടൊന്നും പറയണ്ട, സ്കൂളിൽ വിട്ട് വന്നാൽ തന്നെ ഹോംവർക്ക് ചെയ്ത് ഞാൻ വരുമ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നുണ്ടാവും. പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യും, എല്ലാ കാര്യങ്ങളും കേൾക്കും. 8ാം ക്ലാസ് വരെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. സത്യമാണോ? സത്യമാണല്ലേ? അതെ അതെ. 7ാം ക്ലാസ്സിൽ ഞാൻ പൊട്ടി, അത് സത്യമാണ്. ഓക്കെ. അന്നൊക്കെ വിചാരിച്ചിരുന്നു ഈ കുട്ടി അത് അന്നും ഇതുപോലെ ഇൻട്രോവേർട്ട് ആയിരുന്നോ? അധികം ആളുകളോട് സംസാരിക്കാത്ത? ഇൻട്രോവേർട്ടൊന്നും അല്ല, അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ സംസാരിക്കാൻ പോവും. പിന്നെ അധികം അങ്ങനെ പുറത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല. എന്നെ പുറത്തേക്ക് വിടില്ല, എന്നെ എവിടേക്കും വിടില്ല. അതെന്തപ്പോ എവിടേക്കും വിടാതിരുന്നേ? അങ്ങനെ വിടുകയെന്ന് വെച്ചാൽ പഠിക്കണം. പിന്നെ ഇത് പ്രാക്ടീസ് ഇപ്പൊ വെക്കേഷൻ തുടങ്ങുകയാണ്, മാർച്ച് കഴിയുമ്പോഴേക്കും മാഷ് വിളിക്കും. അപ്പൊ ഏപ്രിലോട്ട് തന്നെ വന്നോളാൻ പറയും പഠിപ്പിക്കാൻ. കാരണം കുറേ ഐറ്റംസ് ഉണ്ട് പഠിക്കാൻ. അപ്പൊ ഇതൊക്കെ പഠിച്ച് കഴിയണ്ടേ 2 മാസം കൊണ്ട്. അതുകൊണ്ട് വരും, പഠിക്കും, അങ്ങനെ. പിന്നെ പോവും, അമ്പലങ്ങളിൽ പോവും, തൊഴാനായിട്ട് പോവും, ഹോട്ടൽസ് പുറത്ത് ഭക്ഷണം കഴിക്കാനായിട്ട്. പിന്നെ ഞങ്ങളൊരു ലോങ് ഡ്രൈവിനൊക്കെ പോവും രണ്ടുപേരും കൂടെ. അങ്ങനെ പിന്നെ ഒരു മിൽക്ക് ഷേക്ക് കുടിക്കാൻ, അങ്ങനെ ഷേക്ക് പാർലർ ഉണ്ടായിരുന്നു അടുത്ത്. അപ്പോൾ അവിടെ പോയി അങ്ങനെ അതിനൊക്കെ പോവും. അതല്ലാതെ കണ്ട് ഒറ്റയ്ക്ക് വിടാറില്ല അധികം. ഞാൻ പോയിട്ടേ എന്നെ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പുറത്തേക്ക് വിട്ടു. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു കടയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. ഞാൻ പോയിട്ട് അവിടെ ചെന്നപ്പോൾ എനിക്ക് സംശയമായി, എന്താ ചെയ്യാൻ. എനിക്ക് ആകെ ഓക്വേർഡ് ഫീലിംഗ് ആയി. ഞാൻ പോയിട്ട് ചോദിച്ചു, ചേട്ടാ ഇതൊക്കെ വിൽക്കാനുള്ളതാണോ? അത്ര മന്ദബുദ്ധിയായിരുന്നു ഞാൻ. മന്ദബുദ്ധിയല്ല, എന്താ പറയുക, സോറി അങ്ങനെയല്ല, പൊട്ടിയായിരുന്നു ഞാൻ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, മോളെ ഇതൊക്കെ വിൽക്കാനായിട്ട്. പിന്നെ ഞാൻ കട തുറന്ന് കാണാനാണോ? എന്നിട്ട് ഞാൻ സാധനം വാങ്ങിച്ചിട്ട് പോകുന്നു. അങ്ങനെ തന്നെ വിടാറില്ല, സത്യമാണ്. തന്നെ അങ്ങനെ വിടില്ല. എപ്പോഴും കൂടെ ഞാൻ ഉണ്ടാവും, അല്ലെങ്കിൽ വണ്ടി ഡ്രൈവറും ആരെങ്കിലും. ഭയങ്കര പ്രൊട്ടക്റ്റീവ് ഫിഗർ ആയിരുന്നു അമ്മ അല്ലേ? അധികമാണെങ്കിലേ ഉള്ളൂ അല്ലേ? അതെന്താ അത്രയും പ്രൊട്ടക്റ്റീവ് ആവാനുള്ള കാര്യം എന്താ ചെറുപ്പത്തിലെ? അല്ല, ഒന്നാമത്തേൽ എന്താന്ന് വെച്ചാൽ അച്ഛനില്ല, അമ്മ മാത്രമാണ്. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും നമ്മൾ തന്നെ ഉള്ളൂ. പിന്നെ അന്നത്തേക്ക് ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ പെൺകുട്ടികളെ കുറച്ചും കൂടെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത്, ഇന്നത്തെ പോലത്തെ സ്വാതന്ത്ര്യം അന്നില്ല. അപ്പോൾ പേടിയാണ്, എന്തെങ്കിലും സംഭവിക്കരുത് എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് അത്രേ ഉള്ളൂ. അന്ന് ഈ ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ള കുട്ടിയായിരുന്നു. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ മോണോ ആക്റ്റും ഫാൻസി ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ മോണോ ആക്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാഷ് പഠിപ്പിച്ച് കൊടുക്കാത്തതും ചിലപ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് ചെയ്യും. അങ്ങനെ ചെയ്ത് അതൊക്കെ ചെയ്യാമായിരുന്നു. പഠിപ്പിച്ചു കൊടുത്ത പോലെ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ് അമ്മ, വെരി ഗുഡ്. ഇതില് വെച്ചിട്ട് ആദ്യമായിട്ട് ഇവൾക്ക് ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് വന്നപ്പോൾ അന്ന് ജോബ് മാഷ് ഫോക്ക് ഡാൻസ് പഠിപ്പിക്കുന്ന മാഷാണ്. പക്ഷെ ഇവിടെ പഠിപ്പിക്കുന്നത് വേറെ ആൻഡ് മാഷായിരുന്നു.
ജോബ് മാഷ എന്നോട് തോന്നുന്നു ചേച്ചി ലക്ഷ്മിക്കാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ല മാഷെ തേർഡാണ്, മൂന്നാമതല്ലേ പേര് പറഞ്ഞേന്ന് പറഞ്ഞു. അയ്യോ അല്ല ഫസ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൺഫേം ചെയ്യാൻ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഫസ്റ്റാണ്. അത് മാഷ് അന്നത്തെ ആ ഗ്രൂപ്പിലെ ആദ്യത്തെ സ്റ്റേറ്റിൽ പോകേണ്ട ഫസ്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ഗ്യാങ്ങില് ഫസ്റ്റ് കിട്ടിയിരിക്കായിരുന്നു. അത് അന്നേ അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഇദ്ദേഹത്തിന്റെ ഉണ്ടായിരിക്കും അല്ലേ? അതായത് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ക്രിയേറ്റിവിറ്റി എന്നുള്ള ഒരു ഇതിൽ ചെയ്യാനായിട്ടൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ളത്. ഈ കുട്ടിയാണോ സിനിമയിൽ ഓഫർ വന്നപ്പോ വിടാതിരുന്നത്? അതെ, എന്തൊരു കഷ്ടം അത്. 3-4 പ്രാവശ്യം വന്നിരുന്നു. പക്ഷെ അന്നൊക്കെ സിനിമയിൽ വിടുമ്പോൾ ഒരു പേടിയാണ്. കാരണം ഒരു ഗ്ലാമറസ് ഫീൽഡ് അല്ലേ. അപ്പൊ നമ്മൾ ഇനി അതെങ്ങനെയാവോ അതൊന്നും, എനിക്കാണെങ്കിൽ സിനിമയായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഒട്ടും വിട്ടില്ല. മറ്റേ ബിന്ദു പണിക്കര് പറഞ്ഞ പോലെ അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇപ്പൊ ആരായിരുന്നേനെ അല്ലേ? ഇതെന്താ അദ്ദേഹത്തിന്റെ ഡാൻസ് ഒക്കെ കണ്ടിട്ടാണോ ഇപ്പൊ ഓഫർ വന്നത്? ഇവള് അതെ ഡാൻസും അത് തന്നെയായിരുന്നു വന്നിരുന്നത്. ചെറുതായിരിക്കുമ്പോ ആദ്യം എനിക്ക് തോന്നുന്നു മീനാക്ഷി കല്യാണം അതിലാണെന്ന് തോന്നുന്നു. മീനാക്ഷി കല്യാണത്തിന്റെ സിനിമയിലാണ് വിളിച്ചത്. അതിലൊക്കെയാണ് അതിൽ പറഞ്ഞിരുന്നു. പിന്നെ യു മിസ്ഡ് ഇറ്റ് മാൻ. ഞാൻ ഇന്നലെ കഴിച്ചത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെയാണ് അന്നത്തെ കാര്യം. മീനാക്ഷി പറയാം എന്ന് പറഞ്ഞിട്ടൊരു പടത്തിലത്തെ അതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജിഷ്ണുവിന്റെ നായികയായിട്ട് അഭിനയിക്കായിരുന്നു. ഭാവനയുടെ റോള്. പിന്നെ ഭാവനയാണ് ചെയ്തത്. അത് അപ്പൊ അത് വന്നപ്പോ ആദ്യമേ തൊട്ടന്നെ ഞാൻ പറഞ്ഞില്ല ഫിലിമിലേക്ക് വിടുന്നില്ല, ഡാൻസ് പഠിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് ഫിലിമിലേക്ക് വിടണം എന്നുള്ളതിലല്ല ഉദ്ദേശം. ഇപ്പൊ വന്നിട്ട് പോസ്റ്റ് ഇന്റർനാഷണൽ പോസ്റ്റ് എല്ലാ പടത്തിന്റെ കൂടെ വരും. നാളില്ലല്ലോ ഞാൻ പറയും എന്റെ കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ഞാൻ വരും, അവിടെ കാരവനിൽ വന്നിരിക്കും. ഇപ്പൊ എന്നിട്ട് ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മളിപ്പോ റെസ്ട്രിക്ട് ചെയ്തിട്ട് ഇപ്പൊ ആള് കോണ്ടന്റ് ക്രിയേറ്റർ ആയി. ഇപ്പൊ എന്തോരം ആൾക്കാരെ ഇപ്പൊ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാര് സിനിമയിൽ അഭിനയിച്ചു. ഇപ്പൊ എന്താ തോന്നണേ? ഇപ്പൊ എന്താ മോളെ പറ്റി ആലോചിക്കുന്നത്? നിങ്ങളോട് സംസാരിച്ചിട്ടാ? അവിടെ അറ്റാണ്, ഇപ്പൊ എറണാകുളത്തിന്റെ അറ്റ പറവൂരാ. അപ്പൊ അവിടെ കൊടുങ്ങല്ലൂർ തൊട്ടപ്പുറ. നമ്മൾ ഏതാണ്ട് അയൽവാസികളാണ്. അവളുടെ ഇത് പറയുകയാണെങ്കിൽ അവളായിട്ടാണ് ജീവിക്കുക. അതിലാണ് എനിക്ക് ഏറ്റവും അഭിമാനം. കാരണം ഒരു ഫേക്ക് ഒരു മാസ്ക് ഇട്ടിട്ട് ഒരിക്കലും ചിഞ്ചുവിനെ കാണില്ല. ഇപ്പൊ ദേഷ്യമാണ് മനസ്സിലെന്ന് വെച്ചാൽ ആ ദേഷ്യം തന്നെ പ്രകടിപ്പിക്കും. സന്തോഷമാണെങ്കിൽ സന്തോഷമായിട്ട് തന്നെ, അങ്ങനെയാ. അല്ലാതെ ഒരിക്കലും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അങ്ങനെയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അതെനിക്ക് ഏറ്റവും ഞാൻ എപ്പോഴും പറയാറുള്ളതും അങ്ങനെ തന്നെയാണ്. നീ ആയിട്ട് തന്നെ ഇരിക്കണം എന്നുള്ളത്. ആ പേഴ്സണാലിറ്റി ചേഞ്ച് വേണ്ട, അതൊരിക്കലും ചെയ്യുകയും ചെയ്യില്ല. അത് വളരെ അടുത്തിരുത്തിക്കൊണ്ട് പറയാ മകളുടെ സ്വഭാവത്തിലേ, അതായത് നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും നമ്മളുടെ അമ്മമാർ പകർന്നു തന്നിട്ടുള്ള കുറേ വാല്യൂസ് ആയിരിക്കുമല്ലോ. അങ്ങനെ ആളുടെ ചിഞ്ചുവിൻ്റെ ക്യാരക്ടറിൽ നോക്കി കാണുന്ന കാര്യം എന്താ? ചിഞ്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും ക്യാരക്ടർ വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ആ പ്രായത്തിൽ എങ്ങനെയായിരുന്നു ഏകദേശമൊക്കെ ആ ക്യാരക്ടർ തന്നെയാണ് അവളും. ഞാനും വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു ആ ഒരു ഏജിലൊക്കെ. അടിക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ. പിന്നെ ഞാനത് കൺട്രോൾ ചെയ്തു. അതായത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല, അവൾക്ക് എന്നെ അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവൾ എന്നെ അടിക്കാത്തത്, ഞാനത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതിൽ. അതുപോലെ പഠിപ്പിക്കാനായിട്ട് ആദ്യമൊക്കെ ഇരുത്തും. ഭയങ്കര സയന്റിഫിക് ആയിട്ടാണ് മോളെ ഇങ്ങനെ ചെയ്യൂ കണക്ക് എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുക. 689 524 കുറച്ചല്ല എത്ര ഞാൻ ഇവിടെ ഈ വിരല് കാലൊക്കെ പിടിച്ച് എണ്ണി വരുമ്പോഴേക്കും അടിയിട്ടുണ്ടാവും. ഒരു ടിപ്പിക്കൽ അമ്മ. അതായത് നല്ലോണം ശ്രദ്ധിച്ചിട്ടാ തുടങ്ങുക. പക്ഷെ കുറച്ച് കഴിയുമ്പോ എനിക്ക് എന്റെ കൺട്രോള് പോവും, എനിക്ക് ദേഷ്യം വരും. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഒരു പ്രൊഫഷൻ എന്നെ കൊണ്ട് പറ്റില്ല. ട്യൂഷൻ സാറെ ഏൽപ്പിച്ചു. അതുകൊണ്ട് 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും ശ്രദ്ധിക്കാണ്ടായി. അവള് തന്നെ എന്നെ പിന്നെ സ്കൂളിൽ വളരെ നല്ല ഇതിലാ പറയാ ടീച്ചേഴ്സ്. എത്ര ക്ലാസ് മിസ് ചെയ്താലും ഇപ്പൊ ഈ പ്രാക്ടീസിനൊക്കെ ആയിട്ട് ഒരുപാട് ക്ലാസ് മിസ് ചെയ്താലും അതൊക്കെ കവറപ്പ് ചെയ്ത് എഴുതി പഠിച്ച് എടുത്തോളും. എന്നെ മാവേലിന്ന് വിളിക്കുക സ്കൂളിൽ ക്ലാസ്സിൽ പോകുന്ന ഒരു കുട്ടി. ആ ഒരു കാര്യത്തിലൊക്കെ താനെ ചെയ്യാനായിട്ടുള്ള ഇത്. പിന്നെ എനിക്ക് അങ്ങനെ ആയിത്തീരണം, ഒരുപാട് നല്ല ആംബിഷൻ ഉള്ളൊരു കുട്ടിയായിരുന്നു. വെറുതെ എന്തെങ്കിലും ചെയ്തെന്നല്ല, വളരെ പെർഫെക്ഷനിസ്റ്റ് ആണ്. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് 100% ഇതായിട്ട് തന്നെ അത് ആവുള്ളൂ. 10 പ്രാവശ്യം പോണെങ്കിൽ ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് മല്ലിയില മസ്റ്റാ. മല്ലിയില്ലെങ്കിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കില്ല. അങ്ങനെയാണ് അങ്ങനെയാണ് പെർഫെക്ഷനിസ്റ്റ്.
വളരെ പെർഫെക്ഷൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളി എഴുതി ഈ ഇന്റർവ്യൂല് മാത്രമേ ഉള്ളൂ, സാധാരണ ഇങ്ങനെ വരാറില്ല. സാരില്ലേ പോട്ടെ, ആരോടാ പറയണേ എന്നോടാ. ആരും ശപിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് അത്രയും അങ്ങനെ അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അമ്മ ഉണ്ടായപ്പോഴും അമ്മുവിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ നോക്കിയിട്ടാണ് എല്ലാം നോക്കി, പോഷകാഹാരവും ഇതൊക്കെ നോക്കിയിട്ടാണ് കുട്ടിക്ക് കൊടുക്കുക. പക്ഷെ കുട്ടിയെ കഴിക്കില്ല എന്ന് മാത്രം. അതെന്താ അറിയോ, ഞാൻ നോക്കിയപ്പോ അവക്കാടോ നല്ലതാണ്, ഇങ്ങനെ പൊടി ഇങ്ങനെ മാഷ് ചെയ്തിട്ട് കൊടുക്കുന്നത് നല്ലതാന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ പഞ്ചസാര ഒന്നും ഇല്ലാണ്ട് കൊടുത്തു. കൊച്ചു കഴിക്കുന്നില്ല. എന്റെ അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, നീ ഒന്ന് കഴിച്ചു നോക്കിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കഴിച്ചു നോക്കി. അപ്പൊ ഈ പൊട്ട ടേസ്റ്റ് അത് പിന്നെ കുട്ടി കഴിക്കുവോന്ന് വെച്ചു. അങ്ങനെ അത്രയും നോക്കി ചെയ്യുന്ന ആളാണ്. അതിപ്പോ വീട് ഇപ്പൊ വെക്കുകയാണെങ്കിലും വളരെ എസ്തെറ്റിക്സ് ആണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ. പക്ഷെ ആ ക്യാരക്ടറൊക്കെ എനിക്ക് ഉള്ള ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ ശരിക്കും കാണാൻ എന്റെ ഒരു മിനിയേച്ചർ ഫോം ആയിട്ടാണ്. അതെങ്ങനെയാ പിന്നെ മത്ത കുത്തിയ പിന്നെ അവക്കാട് ഉണ്ടാവില്ലല്ലോ അല്ലേ? അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഇപ്പോഴും ഇപ്പൊ ഇത്ര പ്രായമായാലേ ഇപ്പൊ ചില സാധനങ്ങളൊന്നും ഇപ്പോഴും മാറണ്ടാവില്ലല്ലോ. നമുക്ക് ചില സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ അത്ര വലുതായാലും നമ്മളെ അമ്മമാര് നല്ല ചീത്ത പറയില്ലേ, ചിലപ്പോൾ വേണ്ടി വന്ന് രണ്ടെണ്ണം പൊട്ടിക്കില്ലേ. അങ്ങനെ ഇപ്പോഴും ഇത്രയും വർഷമായിട്ട് നന്നാവാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൽ എന്താ ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം എന്താ? അതോ കബേർഡിൽ ഡ്രസ്സ് അടുക്കി വെക്കണം എന്ന് പറയും. അപ്പൊ അത് അടുക്കി വെക്കും. അത് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ഒരു വലിക്കലാണ്. അപ്പൊ ഈ മുകളിലത്തെല്ലാം കൂടെ എല്ലാം കൂടെ ഒരൊറ്റ അമർത്തി വെക്കും. അത് ഞാൻ ഈ അടി കിട്ടിയെന്ന് പറഞ്ഞിരുന്നത് കൂടുതലും കിട്ടിയിട്ടുള്ളത് അതിനാണ്. ഇപ്പോഴും പക്ഷെ അങ്ങനെ തന്നെ, അങ്ങനെ ഒരു മാറ്റില്ല. പണ്ടത്തെ ചങ്കരൻ എപ്പോഴും അങ്ങനെ തന്നെ. ചേട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ നന്നായിട്ട് അടുക്കി വെക്കുന്നത്. ചേട്ടൻ ഡ്രസ്സൊക്കെ അടുക്കി വെക്കും കറക്റ്റായിട്ട്. ഞാനും തന്നെ ഞങ്ങളുടെ വാർഡ്രോബ് റൂം, എനിക്കൊരു റൂം തന്നെ ഉണ്ട് വാർഡ്രോബ് റൂമായിട്ട്. അത്രയും ഡ്രസ്സാ. അപ്പൊ എല്ലാം കൂടി മിക്സാ. പാൻറ് ഇവിടെ ആണെങ്കിൽ മറ്റേ ഷർട്ട് ഇവിടെ ഇരിക്കും. ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര വിഷമം. അടുക്കി പറക്കി വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ സമ്മതിക്കില്ല. എന്തോ ഒരു മെന്റൽ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ അല്ലേ, അപ്പൊ ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഈ OCD ഉണ്ട് ചെറിയ രീതിയിൽ. എനിക്ക് OCD മോയ്സ്ചറൈസർ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് എന്താ അറിയോ OCD, ഈ ടൈൽ ഇങ്ങനെ നടക്കുമ്പോ ഇപ്പൊ ബ്ലാക്കിൽ ചോട്ടെ പിന്നെ അടുത്ത് ബ്ലാക്കിലെ ചോട്ടം തോന്നും. ഞാൻ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർക്ക്. പിന്നെ അതുപോലെ ഇപ്പൊ നാവ് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെയും ടച്ച് ചെയ്യണം തോന്നും, പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല. അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ടിവിയുടെ വോളിയം ഈവൺ നമ്പറിലാക്കണം. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രാന്തല്ലേ? ചെറുതായിട്ട്. പിന്നെ ഞാൻ പൂച്ചനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അയ്യോ പാവൊരു പൂച്ച, ചെറിയ പൂച്ചക്കുട്ടി. അത് ചെറുപ്പത്തിലട്ടാ, അതൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ അമ്മൂമ്മയുടെ കഥ പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ ദൂരദർശനിൽ ഈ ദൂരദർശനില് എന്തോ ആയുർവേദ ചികിത്സയാണ് മഡ് ബാത്ത്, ചെളി വെച്ചിട്ട് പൊത്തിയിട്ട് ഉള്ള കുളി. അപ്പൊ ഞാൻ നോക്കിയപ്പോ അമ്മൂമ്മ ഇരിക്കണം, അമ്മൂമ്മ കുളിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ പൂച്ച ഇരിക്കുന്നു. പൂച്ചനെ ഞാൻ മണ്ണൊക്കെ കുഴച്ച് വെച്ച്, നല്ല വെളുത്ത പൂച്ചയാ, ഒക്കെ വെച്ച് കുഴച്ച് ഇത് ഞാൻ ഹോസിട്ട് കഴുകുക. ഈ ചളി പോണില്ല. പൂച്ച ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വീട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒറ്റ ഓട്ടം. പിന്നെ ജീവിതത്തിൽ പൂച്ച കണ്ടിട്ടില്ല. ജീവനം കൊണ്ട് ഓടിയിട്ടുണ്ടാവും. ആ പൂച്ച ഞാൻ വീട്ടിൽ വളർത്തുന്ന പൂച്ചയായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ കണ്ടിട്ട് ചത്തു പോയതെന്തോ. പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല പൂച്ചേനെ. അയ്യോ, പ്രത്യേകത അസുഖല്ലേ ഇത്. അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട്. ഞാൻ ഈ റീലൊക്കെ കണ്ടല്ലോ ഒരു പട്ടീനെ ഒരു പച്ച ചെടി വെച്ചിട്ട് ഇങ്ങനെ കുളിപ്പിക്കണത്. ആരോ അമ്മണിയുടെ ഭാഗ്യം അമ്മണിയൊന്നും ചെയ്യാത്ത. അമ്മണി നമ്മുടെ പൂച്ചയായിരുന്നു. എന്റെ പട്ടിക. ഇതിപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രണയം മിഥുൻചേട്ടനായിരുന്നോ? അതെ, ആദ്യത്തെയും എനിക്ക് ഒരു ചേട്ടനെ, എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ചേട്ടൻ ഇഷ്ടമായിരുന്നു. പക്ഷെ മുഖത്തൊക്കെ വരെ പേടിയായിരുന്നു. അതുകൊണ്ട് ആ ചേട്ടനെ അറിയില്ല ഞാൻ ഉണ്ടോന്ന് പോലും, എക്സിസ്റ്റിംഗ് ആണെന്ന് പോലും അറിയില്ലായിരുന്നു. ഓ, പറയാതെ പോയൊരു പ്രണയം അല്ലേ? അതിന്റെ വിഷമമുണ്ടോ? ഇല്ല, വിഷമമൊന്നുമില്ല. ഇല്ല. ഇത് ആദ്യമായിട്ടേ ഇപ്പൊ മിഥുൻ ചേട്ടനെ ഇഷ്ടമാണ് അദ്ദേഹം പറഞ്ഞത് അതിന് മുന്നേ ഒക്കെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല. അതായത് ഇവള് പഠിക്കുകയാണ് അന്ന്, +2 പഠിക്കുകയാണ്. +2 പഠിക്കുമ്പോഴായിരുന്നോ?
അതെ വയസ്സൊന്നും പറയാൻ പാടില്ല. പിന്നെ കുഴപ്പമില്ല. ഗ്രൂമറാന്ന് പറയും. അപ്പോൾ ഞാൻ കാലത്തിട്ട് ജോലിക്ക് പോവും, മൊബൈൽ കൊടുത്തിട്ടുണ്ട്. കാരണം വന്നു കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നാൽ എന്നെ വിളിക്കണം എന്ന് ഞാൻ പറയും. അപ്പോൾ വിളിക്കും, അമ്മയെ ഞാൻ എത്തിയിട്ടോ എന്ന് പറയും. കാരണം വാതിലൊക്കെ അടച്ച് കിടക്കണം എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ദുബായിൽ കറണ്ട് പോക്കില്ലല്ലോ, ഒരു ദിവസം കറണ്ട് പോയി. അപ്പോൾ ഓഫീസിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ഞാൻ വീട്ടിലേക്ക് വന്നു. ഇവിടെ മൊബൈല് കൊണ്ടുപോയിട്ടില്ല, വീട്ടിലിട്ടിട്ട് പോയിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ മൊബൈൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അടിക്കുമ്പോൾ ഞാൻ എടുത്തപ്പോഴേക്കും അത് കട്ടായി. നോക്കിയപ്പോൾ ആ പേര് സേവ് ചെയ്തിട്ടുണ്ട്, മിഥുൻ എന്ന്. അപ്പൊ ഞാൻ അപ്പൊ ഇതാണ് അപ്പൊ അതിന് മുമ്പിലത്തെ ആഴ്ചയിലാണ് ഇവരുടെ അവിടെ ഒരു ഓഡിഷന്. അന്ന് ഇപ്പൊ മിഥുൻ പ്രോഗ്രാം ഹെഡാ. അന്നത്തെ പ്രോഗ്രാം ഹെഡായിരുന്നു അജിത് മേനോൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. പുള്ളിയായിട്ട് നമ്മൾ അറിയുമായിരുന്നു. അപ്പൊ പുള്ളി ഇവിടെ ഒരു ഓഡിഷന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഓഡിഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ മിഥുനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മിഥുനെ എനിക്ക് ഓർമ്മ വന്നു ആളാന്നുള്ളത്. ഞാൻ കഴിഞ്ഞ് സ്കൂളിൽ വിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചിഞ്ചു മിഥുൻ ഞാൻ തിരിച്ചു വിളിച്ചു ആ നമ്പറിൽ. അപ്പോൾ പറഞ്ഞു സോറി ഐ ഡയൽഡ് യുവർ നമ്പർ മിസ്റ്റേക്ക് ബൈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് പെട്ടെന്ന് മെസ്സേജ് വന്നു. അതെ അല്ല, അപ്പൊ തന്നെ എനിക്ക് സംശയമായി. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല. സ്കൂളിൽ വിട്ടു വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല അമ്മ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണെന്ന് പറഞ്ഞു. പറഞ്ഞു കുഴപ്പമില്ല, ഫ്രണ്ട്ഷിപ്പൊന്നും പ്രശ്നമില്ല, പക്ഷേ ഈ ഫിലിമും ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവർ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ഫീൽഡാണ്, അത് നമുക്ക് പറ്റണതല്ല, അത് വേണ്ട അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും എന്ന് ഞാൻ പറഞ്ഞു. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ, പിന്നെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇതുപോലെ ഇവളുടെ കാലിൻ്റെ അടിയിൽ ചെറിയ സർജറി ഉണ്ടായിരുന്നു. ആ സർജറി കഴിഞ്ഞിട്ട് അപ്പോൾ കിടക്കുക, ഞാൻ മരുന്നൊക്കെ കൊടുത്തെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പം അന്നാ കാലത്ത് നമുക്ക് ലാപ്ടോപ്പൊക്കെ വരുന്നേ ഉള്ളൂ, ഡെസ്ക്ടോപ്പാണ്. ഞാൻ ഡെസ്ക്ടോപ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്തോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവളുടെയും എൻ്റെയും ഒരേപോലത്തെ മൊബൈലാണ്, ഡിഫറൻസ് ഇല്ല. ഇത് രണ്ടും അവിടെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ അടിച്ചപ്പോൾ ഞാനിതിങ്ങനെ എടുത്തിട്ട് ഹലോ എന്ന് പറയുന്നതിന് മുമ്പ് മൂപ്പര് വാക്ക് വിളിച്ചു. അപ്പം ഞാൻ പറയാൻ കൊള്ളുന്നതാണെങ്കിൽ പറഞ്ഞത് ചക്കരയാണ് വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു ഹലോ എന്നൊന്നും കൂടെ ശബ്ദമായിട്ട് പറഞ്ഞപ്പോ കട്ട് ചെയ്തു. അപ്പോഴാണ് ബൈ മിസ്റ്റേക്ക് ഇതായത്. അത് കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇതില് എന്തെങ്കിലും ഇവർ തമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നൈറ്റ് സംസാരിക്കും. അപ്പൊ ഞാൻ ഒന്നും മിണ്ടാണ്ട് അങ്ങനെ തന്നെ ഇത് വെച്ച് പണിയൊക്കെ കഴിഞ്ഞ് കിടക്കാൻ ഇനി വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് കിടന്നു. സാധാരണ പോലെ ഉറങ്ങും. അപ്പൊ ഇവിടെ കുറച്ച് അപ്പൊ എണീറ്റ് മുടന്തി ഉമ്മറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ കോറിഡോർ കഴിഞ്ഞിട്ടാണ് ലിവിങ് റൂം. അപ്പോൾ എനിക്ക് ആ കോറിഡോറിൽ നിൽക്കാം. ഞാൻ ആ കോറിഡോറിൽ നിന്നു. അപ്പോൾ ഇവള് അവിടെ ചെന്നിട്ടുണ്ട്, മിഥുൻ ചേട്ടാ കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട, അമ്മയ്ക്ക് മനസ്സിലായിട്ടൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, അമ്മ ഒന്നും ചോദിച്ചിട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓ അപ്പൊ ഇതെവിടെയോ ഒരു കൊളുത്തുണ്ട് എന്നുള്ളത്. ഞാൻ വന്ന് കിടന്നു. അപ്പം ഞാൻ ആലോചിച്ചു ആരായിരിക്കും ഇതിലിപ്പോൾ നമ്പർ കൊടുക്കുക എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പം ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റിട്ട് ഓഫീസിൽ പോയിട്ട് ഞാൻ ഈ പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇതായിട്ട് പറഞ്ഞു, നിങ്ങൾ നമ്പറൊക്കെ കൊടുത്തിട്ട് പെൺകുട്ടികൾ ഇതാവണമെന്നൊക്കെ പറഞ്ഞു കുറച്ച് വഴക്കായിട്ട് പറഞ്ഞു. കാരണം എനിക്കൊരു അനിയനെ പോലെയാണ്. ഞാൻ പറഞ്ഞു അയ്യോ ചേച്ചി ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല ആ പുള്ളിയിലെ കൊടുത്തിരിക്കുന്നത്, പുള്ളിയുടെ വായൊന്ന് വീണു. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല, ഞാൻ പറയാം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വെച്ചു. ഇവർ രണ്ടുപേരും പിടിച്ചിട്ട് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്, എനിക്ക് ആ ചേച്ചിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ തന്നെ പറ്റിയില്ല, ആകെ വിഷമമായി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകന് വേണ്ടിയിട്ടൊരു പ്രപ്പോസൽ ഇവൾക്ക് വന്നു. പിന്നെ അവർ ഊണൊക്കെ കഴിഞ്ഞ് ഇതായിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ആലോചിക്കാം. അപ്പം പെട്ടെന്ന് കല്യാണം വേണമെന്ന് ആർക്കും ഇല്ല, കാരണം പഠിക്കുന്നല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് മതി, പക്ഷെ ഉറപ്പിക്കാം എന്നുള്ളതിൽ സംസാരിച്ചു. ജാതകം നോക്കിയിട്ട് ശരിയാവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ മൂപ്പര് വിളിച്ചു എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി അങ്ങനെ നാളെ അങ്ങനെ ഞങ്ങളുടെ ഹിറ്റ് എഫ് എമ്മിൻ്റെ ഒരു ആനിവേഴ്സറിയാണ്, അപ്പോൾ അതിന് ആൻറ്റിയും ലക്ഷ്മിയും കൊണ്ടുവരണം. വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പുറത്തേക്ക് ലേറ്റ് നൈറ്റ് ഒന്നും പോകാറില്ല, ഞങ്ങൾ രണ്ടുപേരും തന്നെയുള്ളൂ, അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്, എന്തായാലും ഓൾ ദി ബെസ്റ്റ്, പ്രോഗ്രാം ഒക്കെ നന്നായി നടക്കട്ടെ, എന്നാൽ ശരി എന്ന് പറഞ്ഞു. അല്ല ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ എന്താണ് എന്ന് വെച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ലക്ഷ്മിയും ഇഷ്ടമാണ്, ലക്ഷ്മിക്ക് എന്നെയും ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എന്ന് വെച്ചപ്പോൾ പറഞ്ഞല്ല കല്യാണം ആലോചിക്കുമ്പോൾ എൻ്റെ ആദ്യം ആലോചിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇവൾക്ക് വയസ്സ് ഇത്രയല്ലേ ആയിട്ടുള്ളൂ,
പഠിക്കുകയല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അങ്ങനെ ഇപ്പൊ കല്യാണം ഒന്നും ആലോചിച്ച് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, അവള് പറഞ്ഞു ഒരു കല്യാണാലോചന വന്നു എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓഹോ അവിടെ ഭയങ്കര പഠിപ്പാട്ടാ, ആനുവൽ എക്സാം എഴുതുന്ന അഭിനയം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആന്റി ഒരു വാക്ക് തരണം. ഞാൻ ഇപ്പൊ വാക്ക് തന്നിട്ട് കുറച്ച് കഴിയുമ്പോ എനിക്ക് വാക്ക് മാറാലോ. ഇല്ല, ചിഞ്ചു പറഞ്ഞു, അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് പറഞ്ഞതാണ്, പിന്നെ ഒരിക്കലും മാറില്ല, അതുകൊണ്ട് എനിക്ക് വാക്ക് തരണം. അപ്പൊ ഞാൻ ശരി ആലോചിക്കുകയാണെങ്കിൽ മിഥുൻ്റെ ആദ്യം ആലോചിക്കാം, ഒരു വാക്കും പറഞ്ഞിട്ടാണ് വെച്ചത്. പക്ഷെ പിന്നെയൊക്കെ ചടപെടാമായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം അവൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ തന്നിട്ട് പറഞ്ഞു, അമ്മ ഒന്ന് വിളിക്കൂ അങ്ങോട്ടേക്ക് എന്ന് വെച്ച് ഞാൻ വിളിച്ചു. അപ്പൊ ശീലേച്ചി പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാലോ. ഇവര് മുന്നാളാ, രേവതിയാണ് ഇവള്, അവൻ ഭരണി. അപ്പൊ രേവതി അശ്വതി ഭരണി. ആണോ? ശരിക്കും നിങ്ങൾ തല്ലൂടാറുണ്ടോ? ചേച്ചി രേവതി, ആള് ഭരണി. രേവതിയുടെ സ്വഭാവം എല്ലാം ഉണ്ട്. രേവതിയുടെ സ്വഭാവം എന്താ? രേവതിയുടെ സ്വഭാവം, രേവതി നാളിൽ 70 ശീലം എന്നാണ്. അതന്നെ 70 ശീലം. ഇല്ല, നല്ലായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പൊ ഇതായിരുന്നു ഇവരുടെ പ്രണയകഥ അങ്ങനെ. പിന്നെ കല്യാണം അപ്പൊ ആ മാർച്ചിൽ തന്നെ ഞാൻ ഇവരെ രജിസ്റ്റർ ചെയ്തു അവിടെ. പിന്നെ ഒരു 1.5 വർഷമായിട്ട് 19 വയസ്സ് കഴിഞ്ഞിട്ടാണ് കല്യാണമായിട്ട് നടത്തിയത്. ഓക്കെ. നിങ്ങളെ പ്രേമത് ഇതുപോലെ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ ഇതിനു മുമ്പ്? എക്സ്ക്ലൂസീവ് ആയിരുന്നത്, കലക്കിയത്, അല്ലെങ്കിൽ ഇഷ്ടമായി, ഇങ്ങനെ വേണം. ഇതിപ്പോ ആദ്യം വലിയ താല്പര്യമില്ലായിരുന്നല്ലോ ചേട്ടൻ കല്യാണം കഴിക്കും, ഗ്ലാമർ ഫീൽഡൊക്കെ ആയതുകൊണ്ട് 16 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ലൈഫിലേക്ക് തികഞ്ഞു നോക്കി കഴിഞ്ഞാൽ മതി അല്ലേ? ആളുടെ കണ്ടെത്തലപ്പോ മോശമായില്ലല്ലോ. സത്യമായിട്ട് ഞാൻ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു നല്ല കുട്ടി കിട്ടിയില്ലായിരുന്നു. മരുമോനെ പറ്റി 2 വാക്ക് പറ. എങ്ങനെയുണ്ട് മരുമോൻ വീട്ടിൽ? നമ്മൾ പുറത്തറിയാം, നമ്മളുടെ വീട്ടിലൊരു കുട്ടി എങ്ങനെയാ അത് തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോ ദോശ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവനാ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചെടുന്ന തന്നെ അത് കഴിക്കാൻ, അങ്ങനെ എന്ത് കാര്യത്തിലാണെങ്കിലും അമ്മേ അങ്ങനെ പറയുന്ന ഒരു കുട്ടി, വീട്ടിലൊരു കുട്ടി എങ്ങനെയാണോ അവൻ്റെ ഇതില് അതേപോലെ തന്നെയാണ്. ഒരു എനിക്കൊരു വീട്ടിലൊരാളാണ് പുറത്തുനിന്ന് ഒരാളാണ് എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ എന്ത് കാര്യത്തിനാണെങ്കിലും വളരെ കൺസേൺഡ് ആണ്. കൊച്ചു കാര്യമാണെങ്കിൽ പോലും അത് കൺസേൺഡ് ആയിട്ട് നോക്കി പറഞ്ഞ് അമ്മായിയമ്മയാണ് എന്നുള്ള ഒരു, അങ്ങനെയല്ല, അമ്മ തന്നെയാ. ഞാൻ പ്രസവിച്ചിട്ടില്ലാന്നേ ഉള്ളൂ അവനെ, അതുപോലെ തന്നെയാണ് പറയുന്നത് എല്ലാ കാര്യവും. ഇപ്പൊ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ അമ്മ ഉണ്ടാക്കിയ ഇമ്പാക്ട് എത്ര മാത്രം ഉണ്ട് ലൈഫിൽ? അമ്മനെ ഇരുത്തി കൂടെ തന്നെ പറഞ്ഞോ, ഇതുവരെ ചിലപ്പോൾ ഇങ്ങനെ ഒരു തുറന്ന സംസാരമൊക്കെ ഉണ്ടായില്ലേ? അമ്മ കാരണം ഉണ്ടായ ഏറ്റവും വലിയ ഇമ്പാക്ട് എന്താ ലൈഫിൽ? അമ്മ ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, മനസ്സിലായ? കാരണം അമ്മ ഇല്ലെങ്കിൽ ഞാനില്ല. എനിക്ക് എൻ്റെ ഒരു ബാക്ക് ബോണാണ് അമ്മ. അപ്പൊ എന്ത് കാര്യം എനിക്ക് അമ്മയോട് ചോദിച്ചിട്ടല്ലേ പറയണം, വിളിക്കണം, സംസാരിക്കണം, അങ്ങനെയാണ്. അപ്പൊ ഇൻഫ്ലുവൻസ് എന്ന് പറയാൻ പറ്റില്ല, അത് എൻ്റെ ഒരു പാട്ടാണ്, മനസ്സിലായി? അപ്പൊ സാധാരണ ഒരു അമ്മ കുട്ടി ബന്ധമല്ല. എനിക്ക് കാലത്ത് ഇൻട്രോടെ തന്നെ നമ്മള് കുറെ നേരം സംസാരിക്കും, ഉച്ചയ്ക്ക് സംസാരിക്കും, വൈകിട്ട് അമ്മ കിടന്നുറങ്ങണ വരെ വൈകിട്ട് സംസാരിക്കും. അപ്പൊ എപ്പോഴും ത്രൂ ഔട്ട് നമ്മള് ആ ഒരു കണക്ഷൻ ഉണ്ട്. കുറച്ചേരം സംസാരിച്ചില്ലാകുമ്പോ ഗുരുവായൂരൊക്കെ പോകും ഭജനക്കൊക്കെ, അപ്പൊ അതിനൊക്കെ പോകുമ്പോ സംസാരിച്ചില്ല ഭയങ്കര വിഷമം നമുക്ക്. അങ്ങനെയാണ് നമ്മുടെ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ വളരെ മോശം സിറ്റുവേഷനിലേക്കൊക്കെ മണിക്കൂറുകളോളം നമ്മൾ ബോട്ടം ഓണാക്കിക്കൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഞാൻ പട്ടി കരയുന്ന പോലെ കരയും ബോട്ടം. അപ്പൊ അമ്മ സമാധാനിപ്പിക്കും, മോളെ അങ്ങനെയല്ല, മോളെ ഇങ്ങനെയാണ്. ത്രൂ ഔട്ട് സംസാരിക്കും, ത്രൂ ഔട്ട്. പിന്നെ ആ ഒരു സമയത്ത് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ 4 months ഒന്ന് താമസിക്കാനായിട്ട് പറ്റി. ആ ടൈമിലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പുറത്ത് കൊണ്ടുപോകും, അങ്ങനെ അതായി അതിൽ നിന്ന് കരകയറി വന്നതായത്. പിന്നെ ബിനുവിനെ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ, ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഞാനും ബിനുവായിട്ട് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള്, അത്രയും ഫോണിൽ കൂടെ സംസാരിച്ച് ബിനുവിന്റെ അച്ഛൻ മരിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ബിനുവിനെ കാണുന്നത് അവിടെ എറണാകുളം പോയപ്പോൾ. പക്ഷെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മിക്കും അങ്ങനെയാണ് കേട്ടോ, മിക്കു ഒത്തിരി സപ്പോർട്ടീവാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ ചിഞ്ചുവിന് ഇപ്പൊ എന്തെങ്കിലും ഇതുണ്ടെന്ന് വെച്ചാല് ഞാനും മിക്കും തമ്മിൽ സംസാരിക്കും. മിഥുനെ മിക്കു എന്നാ വീട്ടിൽ വിളിക്കുന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും, എന്താ അമ്മ എങ്ങനെ വേണ്ടേ, അല്ലെങ്കിൽ എങ്ങനെയാ വേണ്ടേ, എല്ലാ കാര്യങ്ങളും അങ്ങനെ സംസാരിച്ചിട്ടാണ് ഇതാവുക.
അപ്പൊ അമ്മൂട്ടി എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. വളരെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടിയാണ്. അവൾക്ക് ഇവിടെക്കാളും മെച്യൂരിറ്റി ഉണ്ട്. ഇദ്ദേഹം പറയണ്ടായിരുന്നു ഇപ്പോഴും ഇയാൾ ഒരു 15 വയസ്സിൽ അതാണ് ശരിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ കൊച്ചുകുട്ടികളുടെ പ്രകൃതം. സത്യം എനിക്ക് എന്നെ വിഷമം തോന്നും. കുറച്ച് വയസ്സിന്റെ ഒരു മെച്യൂരിറ്റി കാണിക്കാൻ പറ്റിയെങ്കിൽ തോന്നുന്നു എനിക്ക്. ഞാനിപ്പോഴും ചേട്ടൻ വരുമ്പോ പ്രാങ്ക് ചെയ്യും, കാറ് നിറങ്ങിയും പ്രാങ്ക് ചെയ്യും, അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ്. അടിയില് മാറ്റിന്റെ അടിയില് പടക്കൊക്കെ പൊട്ടിച്ച് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ. മനസ്സിലായോ? അമ്മ കുറച്ചും കൂടെ മെച്ചുവേർഡാ. തന്നെ അമ്മ ഹൗ ഓൾഡ് ആർ യു? അമ്മ എന്ത് ചെയ്യണം? ശരിക്കും അമ്മയാണ് അമ്മ ഞാനാണ് അമ്മയെന്ന് ചോദിക്കാറുണ്ടോ? ചോദിക്കും, അങ്ങനെ ചോദിക്കാനെടുത്ത് അങ്ങനെ ചോദിക്കാനെടുത്ത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഒരു 3 പേരുണ്ടല്ലോ, വേണ്ട നിങ്ങൾ 4 പേര്, 3 പേരുണ്ടല്ലോ. മിഥുൻ ചേട്ടൻ, താങ്കൾ, മോള്, അമ്മ കൂട്ടിക്കോ ഈ ഗ്യാങ്ങിലേക്ക്. ഓക്കെ, ഇതിൽ ഞാൻ പറയുന്ന ആള് ഇതിൽ ആരാന്ന് പറയണം. അമ്മ പറഞ്ഞാൽ മതി, അമ്മ പറഞ്ഞാൽ വിശ്വസിക്കാം. ഞാനല്ലേ പറയണ്ടേ? അമ്മ പറയും. സത്യമായിട്ട് പറഞ്ഞാ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ എന്ന് ആദ്യം പ്രോമിസ് ചെയ്യണം ഇവിടെ. തീർച്ചയായിട്ടും. ഓക്കെ, പറയട്ടെ. കൂട്ടത്തിലെ BBC ആരാ? അതായത് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളിൽ വെക്കില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും. ചിഞ്ചു. അപ്പൊ സത്യസന്ധ്യാന്ന് മനസ്സിലായല്ലോ അല്ലേ? ആണല്ലേ? ഒന്നും മനസ്സിലിരിക്കില്ല. ഇരിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വിശ്വസിച്ച് പറയാൻ പറ്റും അപ്പൊ അദ്ദേഹത്തോട്? അത് പറയാൻ പറ്റും, മറ്റുള്ളവരോടൊന്നും പറയില്ല. എന്റെ അടുത്തായിരിക്കും കൂടുതൽ ഒന്ന് പറയാം. ഞാൻ അമ്മ മുൻചേട്ടൻ തന്റെ ഇവരോടെ പറയുള്ളൂ, വേറെ ആരോടും പറയില്ല. പുറത്ത് പോയില്ല, പറയും. പറഞ്ഞോണ്ടെങ്കിൽ നമ്മളെ സ്വയം കെടുത്തും. ഈ ഒരു 4 പേരുടെ ഉള്ളില് അല്ലാണ്ട് ഞാൻ പറയില്ല. ഓക്കെ, കുരുത്തക്കേട് കൂടുതൽ ആർക്കതില്? അമ്മൂട്ടിക്കാണല്ലേ? നല്ല കുരുത്തക്കേടാ. അത്യാവശ്യം കുരുത്തക്കേടൊക്കെ കയ്യിലുണ്ട് ഈ പ്രായമല്ലേ. എന്നാലും അമ്മമ്മനെ കയറി ഭദ്രകാളിതൊന്നും വിളിക്കാനും മാത്രം ഭയങ്കര ഇഷ്ടമാണ്. സ്കിബിഡി ആരാ? വേണമെങ്കിൽ ഞാൻ ഭദ്രകാളി കട്ട് ചെയ്തോളൂ. ശരി, അത് കലക്കും. സ്കിബിഡി ആരാ? സ്കിബിഡി എന്ന് ചോദിച്ചാൽ ഭയങ്കര ന്യൂ ജനറേഷൻ, ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നത് അമ്മൂട്ടി തന്നെ ആണല്ലേ? കുട്ടിക്കറിയാത്ത കാര്യങ്ങളൊന്നും ഇല്ല. ആണോ? അമ്മമ്മക്ക് എന്തൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കൊച്ചുമോള്? അയ്യോ, എന്റെ ഫോൺ സെറ്റ് ചെയ്ത് തരാ, പിന്നെ ടിവിയുടെ അത് ശരിയാക്കി തരാ, അതിൽ നെറ്റ്ഫ്ലിക്സിന്റെ പ്രൈമിന്റെ അതിന്റെ ഒക്കെ അക്കൗണ്ട് ഉണ്ടാക്കി തരാ, എല്ലാം ചെയ്തു തരാ അമ്മൂട്ടിയാ. പുതിയ വേർഡ്സ് ഒക്കെ പഠിപ്പിച്ചു തരുമോ? ഇല്ല, അതിലേക്കൊന്നും പറഞ്ഞു തരില്ല. കാരണം എന്താ വെച്ചാൽ അമ്മമ്മയ്ക്ക് അതൊന്നും പറ്റില്ല എന്നറിയാം. ബ്രോ വേണമെങ്കിൽ കറക്റ്റ് ചെയ്യും. ഓരോ വാക്ക് പറയുമ്പോ ഒരു ദിവസം പറഞ്ഞേ എനിക്ക് ആ മുഫിൻ വേണം, എന്താ പറയാ മഫിനാണ്. അപ്പൊ അങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് പറഞ്ഞു. നമ്മള് പ്രായ ആൾക്കാരാകുമ്പോ തെറ്റും അല്ലേ? അമ്മയ്ക്ക് നല്ലോണം ഇംഗ്ലീഷൊക്കെ അറിയാം, പക്ഷെ അമ്മ ചില വാക്കുകൾ തിരിച്ചിട്ടാ പറയാ. അതായത് ഇപ്പൊ ഒരു ഓട്ടോയിൽ കയറി നമ്മൾ ചെന്നൈയിൽ പോയിക്കെന്ന് വെച്ചോ, തമിഴന്മാരുടെ അടുത്ത് പോയിട്ട് ഹിന്ദി പറയും, ഹിന്ദിക്കാരോട് പോയിട്ട് തെലുങ്ക് പറയും, തെലുങ്കുമാരുടെ പോയിട്ട് ഇംഗ്ലീഷ് പറയും. അങ്ങനത്തെ ഒരു സ്വഭാവം. തമിഴിന്റെ അടുത്തൊക്കെ പോയി നഹീന്ന് പറയാൻ നഹീന്നൊക്കെ പറയാം. കുഴപ്പമില്ല, അതൊക്കെ രസമല്ലേ അല്ലേ? എന്നൊക്കെ ഒരു സീരിയസ് ആക്കി എടുക്കാനുള്ള കാര്യമാണോ? ചേട്ടാ, എന്റർടൈനർ ആരാ നമ്മളെ ഫാമിലിയിലെ? ചിരിച്ചിരിച്ച് എന്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു തുടങ്ങി. സന്തോഷം കൊണ്ടാ. മിക്കും എന്റർടൈനറാണ്, ഇവളും എന്റർടൈനറാണ്, രണ്ടുപേരും. അതെ. മേക്കപ്പ് ക്വീൻ ആരാ? അതായത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറില്ല അമ്മൂട്ടി അല്ലേ? 1.5 മണിക്കൂർ എടുക്കും ഒരു സ്ഥലത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാ. പറയും എനിക്ക് 1.5 hours എടുക്കും, എനിക്ക് ഹെയർ ശരിയാക്കണം, മുടി ശരിയാക്കണം, മേക്കപ്പ് ചെയ്യണം, കുറേ സമയം എടുക്കും, ഐലാഷസ് വെക്കണം, കുറേ നേരം എനിക്ക് അതിന്റെ ഫോട്ടോസും ടിക്ടോക്കും എടുത്തിട്ട് ഇറങ്ങുള്ളൂ. ആണല്ലേ? ഇദ്ദേഹം ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നില്ല? ഇപ്പോഴും അങ്ങനെ. പക്ഷെ ഞാൻ 10 മിനിറ്റ് കൊണ്ട് റെഡി ആവും. ഇപ്പൊ കുറച്ച് മതി. പണ്ട് 1 മണിക്കൂർ തന്നെയായിരുന്നു. ആണല്ലേ? എങ്ങനെ ശരിയാവും? ഞാൻ അധികം അങ്ങനെ മേക്കപ്പ് ഇട്ടിട്ടില്ലല്ലോ, കുറച്ച് ഫേക്ക് ഐലാഷ് വെച്ചിട്ടല്ലേ ഉള്ളൂ. ആണോ? വേറെ ഒന്നും ചെയ്തിട്ടില്ല? എന്നാ കുഴപ്പമില്ല. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ബ്ലഷ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല, പൗഡർ ഇട്ടിട്ടുണ്ട്. ആണോ? കോമ്പാക്ട് ഇട്ടിട്ടുണ്ട് ഇല്ലേ? ഒന്നും ഇട്ടില്ലേ? സ്കിൻ കെയർ ചെയ്യാറുണ്ടല്ലേ? സ്കിൻ കെയർ സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് പറയൂ കുട്ടിയുടെ.
ടോറിഡിന്റെ എല്ലാ പ്രൊഡക്ട്സും ഞാൻ വാങ്ങിക്കും. അതെന്താ? അതൊരു പുതിയ കൊറിയൻ brand ആണോ? സാധനമാണ്. നല്ലതാ, നല്ല സെറംസ് ആണ്, നല്ല സ്കിൻ നല്ല ക്ലിയർ ആവും. അത് യൂസ് ചെയ്യും. അൻവ എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ടോവിനോ ഒരു ദിവസം കൊസാറക്സിന്റെ ബ്രാൻഡ് പറഞ്ഞപ്പോ കൊസാറക്സിന്റെ ഭയങ്കര പെട്ടെന്ന് അങ്ങ് കയറി പോലും ആ ബ്രാൻഡ് പറഞ്ഞോ. അപ്പൊ നമ്മള് കാരണം ആ ബ്രാൻഡൊക്കെ രക്ഷപ്പെടാം. ടോറിഡൻ ഭയങ്കര നല്ലതാ. കാരണം കൊറിയക്കാര് യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ് ടോറിഡൻ. അപ്പൊ ആ ഗ്ലാസ് സ്കിൻ കിട്ടാൻ വേണ്ടി, എന്റെ ഗ്ലാസ് സ്കിൻ ആയിട്ടില്ല, പക്ഷെ ആവും, എന്തെങ്കിലും ആവും. ആ പ്രതീക്ഷയിലാണ് ഞാൻ എന്നും. ഞാൻ കിട്ടുന്ന 5 മിനിറ്റ് കൂടുമ്പോ ഒക്കെ പരറ്റും. ഞാൻ കിട്ടുന്ന നന്നായി പോയാലും ഞാൻ വെറുതെ ഇങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ പരറ്റും. അതെ, പിന്നെ ഒന്നും ഞാൻ ചെയ്യാറില്ല, അത്രേ ഉള്ളൂ. പിന്നെ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. വേദന എടുത്താലോ ഒന്നും ആലോചിച്ചിട്ട് ചെയ്തിട്ടില്ല. അതെ. ഫേക്ക് ഐലാഷ് വെച്ചത് മറ്റേ ഇൻബിൽട്ട്, അത് മറ്റേ സ്ഥിരമായിട്ട് പെർമനന്റ് ഞാൻ വെക്കാറില്ല. പെർമനന്റ് വെച്ചാൽ എന്താണെന്നറിയോ, കുറച്ച് ഈ കണ്ണിങ്ങനെ തടയണ പോലെ തോന്നും. അപ്പൊ ഞാൻ ഇങ്ങനെ പറിച്ചെടുക്കും. പറിച്ചെടുത്തിട്ട് മുട്ട പോലെയാവും, കണ്ണ് മുട്ട, അതായത് ഒറിജിനൽ കൺപീലി പോലും പോവും. അപ്പൊ അതുകൊണ്ട് ഫേക്ക് ഐലാഷ് ഞാൻ മറ്റേത് വെക്കാറില്ല. ഇത് ജസ്റ്റ് ഒട്ടിച്ച് വെക്കുന്ന സാധനം. അദ്ദേഹത്തിന്റെ സ്കിന്ന് നോക്കുമായിരുന്നു. ഇപ്പൊ നോക്കിയ ഒരു റിങ്കിൾസ് പോലും ഇല്ല അല്ലേ? അയ്യോ, കണ്ണു പോയിട്ടാ. നാളെ വടി കുത്തി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, നല്ല സ്കിൻ അമ്മയുടെ. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഒരു മേക്കപ്പ് ഉപയോഗിക്കില്ല. മേക്കപ്പ് ഉപയോഗിക്കില്ല. ഇപ്പൊ ഇപ്പോഴും മേക്കപ്പ് ഒന്നും ഇല്ല അല്ലേ? അമ്മടേയില്ല. പുരികൻ നോക്കിയാളുടെ അത് മൈക്രോബ്ലേഡിങ്. അത് ഞാൻ പറഞ്ഞു കൊടുത്തതാ. പക്ഷെ നല്ല പുരികൻ, നല്ല കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക്, നല്ല രസമുണ്ട് കേട്ടോ. അത് മൈക്രോബ്ലേഡിങ് ചെയ്തു, പക്ഷെ ഫേസിലൊന്നും ഞാൻ വേറെ ചെയ്തിട്ടില്ല. വെരി ഗുഡ്. നമ്മളല്ലെങ്കിൽ സൗന്ദര്യമുള്ളവർക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ അവിടെ പോയിട്ട് ബാമിട്ട് വന്നുള്ളൂ. എന്താ വെച്ചാൽ ഡ്രൈ ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, വേറെ എന്തൊക്കെ ഇട്ടെന്ന് ആര് കണ്ടു? അസൂയ, വേറെ അസൂയ. അയ്യേ, എനിക്ക് അസൂയൊന്നും ഇല്ല. ഡ്രാമ ക്വീൻ ആരാ? ഭയങ്കര ഓവറായിട്ട് അഭിനയിക്കുന്ന അങ്ങനെ. അയ്യോ പ്രശ്നമായി. ഞാനാ, എനിക്കതന്നെ വേണം. നമ്മൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ തന്നെ വേണം. ലൗഡ് സ്പീക്കർ ആരാ വീട്ടില്? മിക്കു. ഇവിടെ പറഞ്ഞ കൊല്ലത്ത് വെക്കോ? ആണോ? അതന്നെ പറവൂര് എന്റെ നാട്. തന്മയുടെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരുമ്പോ തന്നെ അച്ഛ അകത്ത് പോയിരിക്കണം, ഫ്രണ്ട് റൂമിൽ ഇരിക്കണ്ട. ഭയങ്കര ബഹള, വീട്ടിക്ക് ബഹള, പാട്ട് പാടിക്കൊണ്ട് നടക്കുക, ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുക, അങ്ങനെയൊക്കെ സ്വഭാവം. അയൽവക്കാര് നിങ്ങൾ കംപ്ലൈന്റ് ഒന്നും ചെയ്യാറില്ലേ? മോളില് ശരിക്കും പ്രശ്നം ഉണ്ടായി. മോളത്തെ അവര് എല്ലാത്തിനും പ്രശ്നമായിരുന്നു. അവര് വീട് മാറിപ്പോയി. ഞങ്ങൾ രക്ഷപ്പെട്ടതുകൊണ്ട്. അല്ലെങ്കിൽ അവരെല്ലാത്തിനും കംപ്ലൈന്റ് ചെയ്യുന്നു നമ്മളെ. അങ്ങനെ സ്വഭാവമായിരുന്നു. ഈ പ്രേമിക്കുമ്പോഴേ ഇതുപോലെ രഹസ്യം പറയാൻ പറ്റത്തില്ലല്ലോ ഇയാളുടെ അടുത്ത്. എന്റെ അടുത്ത് പ്രേമിക്കുന്ന സമയത്ത് അല്ല, അദ്ദേഹത്തിന്റെ അടുത്തേ രഹസ്യം അയാൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം രഹസ്യം പറഞ്ഞാൽ അയാൾ കേൾക്കുമല്ലോ മറ്റുള്ളവര്. ചേട്ടനല്ലേ? ചേട്ടൻ. ഞങ്ങളെല്ലാം ചാറ്റിംഗ് ആയിരുന്നു. പിന്നെ ഫോൺ വിളിക്കും. ഫോൺ എന്നിട്ട് ഓഫീസ് തൊട്ട് വീടെത്തണ വരെ ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ ചാർജ് വന്നിരുന്നപ്പോ വീട്ടില്. അയ്യോ, ഇവള് ഒരു പ്രാവശ്യം എന്താ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് മാൽഡീവ്സിൽ പോയപ്പോ ഞാൻ ടോറന്റ് വഴി സിനിമ ഡൗൺലോഡ് ചെയ്ത് മലയാള സിനിമ കാണാൻ വേണ്ടി ഒന്നും ചെയ്യാനില്ല. കൊറേ പൈസയായി. എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇൻഫിനിറ്റ് മറ്റേ വൈഫൈ ഉണ്ടല്ലോ, അതാന്ന് വെച്ചിട്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. ഇത് പെർ ഡൗൺലോഡിന് ചാർജ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അല്ല, അവസാനം എന്നോട് ചോദിച്ചേ, മാഡത്തിന് ഇങ്ങനെയാ USD വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് തെറ്റാവാനാ സാധ്യത, ഇത്രയും വരാനുള്ള സാധ്യത ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നപ്പോൾ സംശയം തോന്നി. ഞാൻ ചോദിച്ചു, നീ വല്ലതും ഡൗൺലോഡ് ചെയ്തോ എന്ന് വെച്ചപ്പോഴാണ് 5-6 സിനിമ. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അത് നമ്മളുടെ തന്നെയാണ് ഒറിജിനലി ഇത്. കുഴപ്പമൊന്നുമില്ല. എന്തോ എവിടെ ഒരു തകരാറ് പോലെ തോന്നിയേക്കുന്ന ആളാരാ ഇതില്? എല്ലാത്തിനോടും തോന്നാറുണ്ട്. എല്ലാത്തിനോടും തോന്നാറുണ്ട്. എല്ലാവർക്കും പ്രശ്നമുണ്ട്. അമ്മ മാത്രം പെർഫെക്റ്റ്. എന്നെ അടിച്ചാടിയ റീലില് വിശന്ന് കഴിഞ്ഞാ പിന്നെ മറ്റൊരാളാവുന്നതാണോ? അത് വിശന്ന് കഴിഞ്ഞാൽ മറ്റൊരാളാ?
പക്ഷെ ഇപ്പൊ കഴിക്കാൻ പറ്റില്ലല്ലേ? ഒട്ടും പറ്റില്ല. സഹിക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. ഓ വിശക്കണ്ട കുട്ടിക്ക്? ഇപ്പൊ ഇല്ല, ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. പോണ വഴിക്ക് കഴിക്കും. ചെറുപ്പത്തിലെ അങ്ങനെ തന്നെയായിരുന്നോ? അല്ല, ഒന്നും കഴിക്കില്ലായിരുന്നു. ആണല്ലേ? അങ്ങനെ മെലിഞ്ഞ് 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 ആ ഞാൻ പണ്ടത്തെ ഫോട്ടോ കണ്ടപ്പോ ചേട്ടൻ കൂടെ പോയിട്ട് എങ്ങനെയായിരുന്നു നല്ലോണം ഫുഡ് ചേട്ടൻ ഓരോന്നും പോയിട്ട് നല്ലത് വാങ്ങിച്ചെന്ന് കഴിച്ച് എനിക്ക് അങ്ങോട്ട് ശീലമായി. പിന്നെ എനിക്ക് അങ്ങോട്ട് ഒരു ദിവസം കുറെ ചീസും ഗ്രേപ്സും വാങ്ങിച്ചു തന്നു. ഇത് ഫ്രഞ്ചുകാർ ഇങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചു തുടങ്ങിയതാ. പിന്നെ അത് അഡിക്ഷനായി. പലതരം ചീസുകൾ വാങ്ങിക്കുന്നു, പലതരം ഗ്രേപ്സ് വാങ്ങിക്കുന്നു, ഇത് കഴിക്കുന്നു. അങ്ങനെ തടിച്ചു ഞാൻ. പിന്നെ മരുന്നും കഴിക്കണ്ടല്ലോ, അങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ചെയ്തത്. ഒറ്റ ഡ്രസ്സ് പാകമില്ലായിരുന്നു. ഇവിടെ വന്ന വീട്ടിൽ വന്ന അമ്മനെ കൊണ്ട് വെപ്പിച്ച് എന്തായാലും മസ്റ്റായിട്ട് വെപ്പിക്കുന്ന കാര്യം എന്താ? കോവയ്ക്ക ഫ്രൈ, പിന്നെ ചിക്കൻ കറി മസ്റ്റാ. കപ്പക്കറി. ഓ ഈ കപ്പക്കറിയാണ് അപ്പൊ ഇവിടെ കിട്ടിയതല്ലേ? കുറുകി വരുന്ന കപ്പക്കറി. അമ്മ ഉണ്ടാക്കുന്നതാണ്. അതും മാമ്പഴപ്പുളിശ്ശേരിയും അതും ഇഷ്ടം. മാമ്പഴപ്പുളിശ്ശേരി നല്ലത് അമ്മയുടെ, നല്ല മാമ്പഴപ്പുളിശ്ശേരി. പക്ഷെ നല്ല മാങ്ങ കിട്ടണം. ശരിക്കും ആ കുഞ്ഞു നാട്ടുമാങ്ങ തന്നെ കിട്ടണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപേ ഇനി എങ്ങനെ ഇനി അടുത്തൊരു 5 വർഷം നിങ്ങൾ നോക്കി കാണുക? നിങ്ങളുടെ 5 വർഷം അമ്മയുടെ ഭാവി പരിപാടി എന്താ? അതാ എനിക്ക് ആദ്യം അറിയാം. എന്റെ ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം നോക്കി കാണുന്ന അമ്മൂട്ടിയുടെയാണ്. ഞാൻ പറയട്ടെ, മറ്റേ കാര്യം പറയട്ടെ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ തുടങ്ങി അമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. എന്താണെന്നറിയോ? അമ്പലങ്ങളെ കുറിച്ച്, മന്ത്രങ്ങളെ കുറിച്ച്, ഭജനയെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ തുടങ്ങിയാൽ ഹിറ്റായിരിക്കും. അതെ, നമുക്ക് വേണമെങ്കിൽ ഒരു ഭാവി ജൂനിയർ ലക്ഷ്മി ആവാം. ജൂനിയർ ലക്ഷ്മി ഇപ്പോൾ എൻ്റെ ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ കോൺസെൻട്രേഷൻ എന്നല്ല, എൻ്റെ ഒരു കേന്ദ്ര പോയിന്റ് ഇപ്പോൾ അമ്മുവാണ്. അവളുടെ പഠിപ്പ്, കല്യാണം, കുട്ടികളാവണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് കൂടുതൽ. പക്ഷെ നാട്ടിൽ ഒന്ന് സെറ്റിൽ ആവാനൊന്നും പറഞ്ഞിട്ടുണ്ട്. അമ്മൂമ്മക്ക് പറ്റുന്ന സ്ഥലത്തേ ഞാൻ സെറ്റിൽ ചെയ്യുള്ളൂ, അമ്മൂമ്മയെ കൊണ്ടുപോകുന്നു. അതെ, അത് പറയും. പിന്നെ ഇവരുടെ കാര്യമാണ്. ഇവരുടെ കാര്യം ഇപ്പൊ എന്താ? ഇവര് രണ്ടുപേരും എല്ലാം നോക്കും ചെയ്യും ഒക്കെ ചെറുതാണ്. എന്നാലും അമ്പലപരമായിട്ടുള്ള കാര്യങ്ങളും വഴിപാട്, അതുപോലെ പിറന്നാൾ വരുമ്പോൾ നമ്മൾ നാളല്ലേ നോക്കാം. അപ്പൊ പിറന്നാൾ വരുമ്പോൾ അതിൻ്റെ ഇതൊക്കെ അതൊക്കെ ചെയ്യാൻ ഞാനാണ്. അതുപോലെ എന്തെങ്കിലും എനിക്ക് സാധാരണ അതിനെ സെലിബ്രേഷൻ ചെയ്യുന്നേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ അന്നദാനം ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുക, അതൊക്കെ ഇഷ്ടം. അതൊക്കെ ചെയ്യുക, ഏർപ്പാട് ചെയ്യുക, അതിനൊക്കെ പോവുക, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. അമ്മയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അയ്യോ, നല്ല സൗന്ദര്യം ഉണ്ടല്ലോ. ഇഷ്ടമല്ല സിനിമയൊന്നും. ഞാൻ സിനിമ എന്നുള്ള കാര്യം കാണാറുമില്ല അധികം. ഇപ്പൊ സിനിമ ഇപ്പൊ അടുത്ത് കണ്ടത് ഇവളുടെ റോന്തും ചത്തപ്പച്ച, അതെ. പിന്നെ മിക്കു അഭിനയിക്കുന്ന പടങ്ങൾ ഏതാന്ന് വെച്ചാൽ അതൊക്കെ കാണും. അങ്ങനെ അല്ലാത്തതൊക്കെ വളരെ കുറവായിട്ട് കാണും. അപ്പോൾ ഫേമസ് ബ്ലോഗർ കം ഇൻഫ്ലുവൻസർ കം കോണ്ടന്റ് ക്രിയേറ്റർ പറ, എങ്ങനെ ഇനി അടുത്ത 5 വർഷം നമ്മളുടെ പ്ലാൻ എന്താ? എനിക്കറിയില്ല കേട്ടോ, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതം നമ്മളിപ്പോ നാളെ ജീവിച്ചിരിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല. എനിക്കറിയില്ല. അതുകൊണ്ട് എങ്ങനെ പോണ പോലെ പോട്ടെ, അത്രേ ഉള്ളൂ. അല്ല എല്ലാം ഈശ്വരന്റെ ഇല്ല. എനിക്ക് അങ്ങനെ പ്ലാൻസ് ഒന്നുമില്ല. എനിക്കൊരു ഇതുണ്ട് കേട്ടോ, ബക്കറ്റ് വിഷ് അല്ല, നമ്മള് പറയല്ലോ മൂഡ് ബോർഡിലല്ലോ, വിഷ് ബോർഡ് അല്ലേ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഒന്ന് വേസ്റ്റ് കുറഞ്ഞത്, അത് നടന്നിട്ടില്ല. പിന്നെ നെറ്റ്ഫ്ലിക്സ് ഉണ്ടായിരുന്നു, അത് ചത്താപ്പച്ച നെറ്റ്ഫ്ലിക്സിൽ വന്നു. പിന്നെ ഫിലിം ഫെയറിന്റെ നെറ്റ്ഫ്ലിക്സിൽ നമ്മളൊരു കണ്ടന്റ് വരണം എന്നുള്ളതായിരുന്നു ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അത് വന്നു. പിന്നെ ഫിലിം ഫെയറിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് ഫിലിം ഫെയറിന്റെ മുൻചേട്ടൻ തന്നെ സ്റ്റേജ് ഹോസ്റ്റ് ചെയ്ത് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഒരു ബെർക്കിന്റെ ഒരു ബാഗ് വാങ്ങുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബം വിൽക്കേണ്ടി വരും ബെർക്കിന്റെ ബാഗ് വാങ്ങണമെങ്കിൽ. അങ്ങനെ കുറെ സാധനങ്ങൾ അങ്ങനെ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ യൂട്യൂബില് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിക്കണം. എത്ര വർഷമായി അങ്ങനെ സ്റ്റക്കാണ്. അത് എല്ലപ്പോഴും ഡെയിലി കണ്ടന്റ് ഷോർട്സ് ഇടുന്നത്, ലെങ്തി വീഡിയോസ് ഇടാറില്ല. അതുകൊണ്ടായിരിക്കും തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ അതൊരു 1 മില്യൺ അടിച്ച് കാണാൻ വലിയ ആഗ്രഹമുണ്ട്. അതെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ പറയുന്ന പോലെ ഇതിൻ്റെ കാരണക്കാരിയെ കൊണ്ടുവരിക എന്നുള്ളത് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സഫലമായി. നേരത്തെ പറഞ്ഞ പോലെ 1 മണിക്കൂറോളമായി നമ്മൾ 1 മണിക്കൂറിലധികമായി സംസാരിക്കുന്നത്. പക്ഷെ അത്
സമയം പോയതേ അറിഞ്ഞില്ല. ഒരു ഇന്റർവ്യൂ ആണെന്നേ എനിക്ക് തോന്നിയില്ല. നമ്മളെ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലെ വീട്ടിലൊരാളോട് സംസാരിക്കുന്ന പോലെ തന്നെ തോന്നി. അതെ, അത് എന്റെ ഗുണമെന്ന് എനിക്ക് അല്ല, തോന്നിയില്ല. ഗദ്ദാഫിയുടെ ഗുണം തന്നെ. ചില ഇന്റർവ്യൂസ് അങ്ങനെയല്ല, അവർ ചോദിക്കുന്നത് ഒന്നാമത്തെ റൂഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ അവർ ലിസ്റ്റിൽ എഴുതി കൊണ്ടുവന്ന സാധനങ്ങൾ ചോദിക്കുമ്പോ എല്ലാം ഒരു അഹങ്കാരത്തിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഗദ്ദാഫി നല്ലൊരു ഇന്റർവ്യൂവർ ആണ്, നല്ല ആർജിയാണ്, നല്ല ആങ്കർ ആണ്, അടിപൊളിയാണ്, താങ്ക് യു. സൂപ്പർ ആണ്. എന്നെ പറഞ്ഞ് പറയിപ്പിച്ചാണ് അതെല്ലാം. പുറത്തിറങ്ങട്ടെ പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ എഡിറ്റ് ചെയ്തോട്ടാ. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച്. കുറച്ച് ക്വാളിറ്റി ടൈം ലിറ്ററലി ഞാൻ മനസ്സറിഞ്ഞാ പറയുന്നത്. അല്ല, ശരിക്ക് ഞാൻ ഇങ്ങനത്തെ ഒന്നിനും ഇരിക്കാറില്ല, അല്ലെങ്കിൽ ഈവൻ സ്റ്റേജിലേക്ക് പോലും വിളിച്ചാൽ ഞാൻ പോവാറില്ല. ആദ്യമായിട്ടാണ് ഞാനൊരു ഇതില് വന്നിരുന്ന് പറയണത്. ഒരിക്കലും ചെയ്യാറ്. വെച്ചടി വെച്ചടി കയറ്റായിരിക്കും. എവിടെ അടി കിട്ടുമെന്ന് എനിക്കറിയില്ല. വെച്ചടി വെച്ചടി കയറ്റായിരിക്കും. കമന്റ് കാണുമ്പോഴല്ലേ വായിക്കണ്ട. 100 പേര് നല്ലത് കിട്ടും, പക്ഷെ അതിലൊരാള് അത് മൈൻഡ് ചെയ്യണ്ട. ജീവിതത്തിൽ 2 സൈഡില്ല, അമ്മ 2 പക്ഷം. പിന്നല്ല, ഈ മൈൻഡ് ആയിരിക്കണം ഞങ്ങൾ കിട്ടുന്നത് കേട്ടോ. എനിക്കതില്ല. ഇങ്ങനെ ഒരു അമ്മ ഉണ്ടാകുന്ന സമയത്ത് അല്ലേ എങ്ങനെ കുട്ടികളെ മോശമായി പോകാനാ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരുപാട് ക്വാളിറ്റീസ് കിട്ടിയിട്ടുള്ള നല്ല മിടുക്കിയുള്ള മോളാണ്, പറഞ്ഞ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള മോളാണ്. അപ്പൊ അമ്മയ്ക്ക് അതിൽ ഒരുപാട് അഭിമാനിക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കോംബോ പോലെ തന്നെ നമ്മളെ ഇന്റർവ്യൂ സൂപ്പർ ഹിറ്റ് ആവട്ടെ അല്ലേ. താങ്ക് യു സോ മച്ച്.